ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്യു ചാനൽ. RJ ബാലാജി മൂക്കുത്തിയമ്മനും LKG സിനിമയ്ക്കും ശേഷം സംവിധാനം ചെയ്യുന്ന സൂര്യ പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് ചിത്രമാണ് കറുപ്പ്. ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. SR പ്രഭു ആൻഡ് SR പ്രകാശ് ബാബു എന്ന ബ്രദേഴ്സ് ആണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഈ ഡ്രീം വാരിയർ പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാണ്, ബേസ്ഡ് ഓൺ ചെന്നൈ. 2010 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവര് ശിവകുമാറിന്റെ, അതായത് സൂര്യയുടെ അച്ഛന്റെ റിലേറ്റീവ്സ് ആണ്. അപ്പൊ അറിയാലോ, സൂര്യയുടെയും കാർത്തിന്റെയും കസിൻസുമാണ് ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സും. അവരും ബ്രദേഴ്സൊക്കെ തന്നെയാണ്. ആൻഡ് ഇവര് 2010-13 കാലഘട്ടത്തിൽ KE ജ്ഞാനവേൽ രാജയുടെ സ്റ്റുഡിയോ ഗ്രീൻ പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് പാർട്ട്നേഴ്സും ആയിരുന്നു. അപ്പോൾ ഏകദേശം തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, കൂട്ടുകുടുംബ കച്ചവടമാണ് നടന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഫാൻസുകാരും പല ന്യൂട്രൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുടുംബക്കാരോട് കച്ചവടം നടത്തുന്ന പരിപാടി നിർത്തണം, അതുകൊണ്ടാണ് ഇതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ അൻപാന ഫാൻസിന് സഹിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ള സംസാരങ്ങളൊക്കെ വരുന്നത്. സായ് അഭ്യങ്കറാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് നൽകിയിരിക്കുന്നത്. ആൻഡ് തൃശയാണ് മെയിൻ ഫീമെയിൽ ലീഡിലെത്തുന്നത്. മറ്റ് കഥാപാത്രങ്ങളായി ഇന്ദ്രൻസ് എത്തുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റാർ കാസ്റ്റ് വില്ലൻ ഉണ്ടെന്നൊക്കെ അറിയുന്നു. അത് ഇനി ആരാണോ ഇല്ലയോ എന്ന് സിനിമ കണ്ടാലേ മനസ്സിലാവും. 9 മണിക്കുള്ള പ്രത്യേക ഷോയ്ക്കുള്ള അനുമതി തമിഴ്നാട് മുതലമച്ചർ തിരുസി ജോസഫ് വിജയ് അവർകൾ അനുമതി തന്നു എന്ന് പറഞ്ഞ് ഡ്രീം വാരിയർ പിക്ചേഴ്സ് ഒരു സന്തോഷമായിട്ടുള്ള ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റർ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. തളപതി വിജയ്, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ തലൈവർ വിജയ്, CM വിജയ് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യ ഒപ്പ് തന്നെ സൂര്യയ്ക്ക് വേണ്ടി തന്നെയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒപ്പിൽ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല സംസാരങ്ങളുമായിരുന്നു. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഡെറ്റ് ഇഷ്യൂസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ആകുന്നു, ഇപ്പോഴും സ്റ്റിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യർ ആണ് ഈ സിനിമ മുടക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അത്രയ്ക്കും പ്രൊമോട്ടുള്ള, അത്രയ്ക്കും ഹോൾഡുള്ള ഫിനാൻഷ്യർ ആരായിരിക്കും? പല ആളുടെ പേരുകളും തമിഴ്നാട്ടിലുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവരായിരിക്കും സിനിമ മുടക്കിയെന്നാണ് പറയുന്നത്. കാരണം പൈസ കൊടുക്കാത്ത പക്ഷം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള പക്ഷം സിനിമ റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നുകൊണ്ടാണ് സിനിമ റിലീസ് ആവാത്തതെന്നാണ് പറയുന്നത്. ഏകദേശം നല്ലൊരു കോടി തന്നെ ഇതിലുണ്ട്, ഈ ഇഷ്യൂവിലുണ്ട്, ഇതിൽ വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂര്യ പേഴ്സണലായിട്ട് തന്നെ ഇടപെടുന്നു, സിനിമ എത്രയും പെട്ടെന്ന് ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ നല്ലൊരു റിപ്പോർട്ട് വരും, അല്ലെങ്കിൽ നല്ലൊരു മറുപടി കിട്ടുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിപ്പം 9 മണിക്കുള്ള ഷോസ്, നൂൺ ഷോസ് എല്ലാം തന്നെ ക്യാൻസലായി. എല്ലാ തിയേറ്റേഴ്സും ബുക്ക് മൈ ഷോയിൽ റീഫണ്ട് അടിച്ചിട്ടുണ്ട്. അത് അവർ ഒഫീഷ്യലായിട്ട് എല്ലാ തിയേറ്റേഴ്സും അനൗൺസും ചെയ്യുന്നുണ്ട്. ആൻഡ് പൂനെയിലെ ഏതോ സ്ഥലങ്ങളിലെ സിനിമ ഇട്ടെന്നൊക്കെ പറയുന്നു. ഈ പ്രോപ്പർ റിലീസൊന്നും ഇല്ലാതെ ഇനിയിപ്പോൾ ആ സിനിമയിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും. അത് നിങ്ങൾക്ക് അറിയാം, അത് പ്രത്യേകിച്ച് ആരും എടുത്തു പറയാൻ ആവശ്യങ്ങളില്ല. അതെന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇത് സൂര്യയുടെ ഫാൻസുകാരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഇതുപോലുള്ള കൂട്ടുകച്ചവടം, കുടുംബ കച്ചവടം അനിയനുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബക്കാരുമായിട്ട്, കസിൻസുമായിട്ടുള്ള ഈ പ്രൊഡക്ഷൻ കമ്പനി ഇടപാടൊക്കെ നിർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതുപോലുള്ള വെപ്രാളങ്ങൾ, ഇതുപോലുള്ള ഇഷ്യൂസുകൾ ഇനിയും വരുമെന്ന് തന്നെയാണ് അവരും പറയുന്നത്. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് പടങ്ങൾക്ക് ശേഷം ഇനി ഈ പടമെങ്കിലും തിയേറ്ററിക്കൽ റണ്ണ് കിട്ടണം, ഒരു സ്ട്രൈക്ക് പോസിറ്റീവ് റേറ്റ് അടിക്കണം, നല്ലൊരു റിവ്യൂ അടിക്കണം, വേർഡ് ഓഫ് മൗത്ത് കിട്ടണം എന്നൊക്കെ പറഞ്ഞാണ് കറുപ്പ് സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു RJ ബാലാജി കോൺഫിഡൻസിൽ വരുന്ന ഒരു സിനിമ. ആ സിനിമയ്ക്ക് തുടക്കം തൊട്ട് തന്നെ, അതായത് ഒരു പ്രോപ്പർ റിലീസ് ഇല്ല, ഒരു പ്രോപ്പർ പ്രൊമോഷൻ ഇല്ല, ഈവൻ ബാനേഴ്സ് ഇല്ല, പോസ്റ്റേഴ്സ് ഇല്ല, ഓൺലൈനിൽ പോലും പ്രൊമോഷൻ ഇല്ല, ഓഫ്ലൈൻ പ്രൊമോഷൻസ് ഇല്ല, ഇന്റർവ്യൂസിൽ അധികം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തൊക്കെയാണ് ഈ സത്യം, ഇന്നലെ ഇപ്പൊ ഈവൻ കേരളത്തിൽ തന്നെ ഇപ്പം സൂര്യ വന്നിട്ടുണ്ടായിരുന്നു, ഒരാൾ പറഞ്ഞിട്ടില്ല. അതാണ്, അത് ഒരു ഓഫ്ലൈൻ പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇല്ല. ഇപ്പോഴാണല്ലേ മനസ്സിലാവുന്നത് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കിടക്കുന്നവർ എങ്ങനെ പ്രൊമോഷൻ നടത്തും, അതിന് ഫണ്ട് വേണ്ടേ? ഡെറ്റ് ഉള്ളവർക്ക് എങ്ങനെയാണ് ഈ ഫണ്ട് ഇഷ്യൂ വരുന്നത്? ഫണ്ടിൽ ഇഷ്യൂ ഇല്ലായിരുന്നാലേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റൂ. ആൻഡ് ഓൺലൈൻ പ്രൊമോഷൻസ് തന്നെ ഒരു ഇതുമില്ല, ഒരു ഗുണവുമില്ല. ഇന്ന് മെയ് 14 സിനിമ റിലീസാകുന്നു എന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സാഹചര്യം.
മനസ്സിലാക്കി തരുന്നത്. അത്രയും മോശം അവസ്ഥയിൽ കൂടെ തന്നെയാണ് തീർച്ചയായിട്ടും സൂര്യയുടെ ഈ ഒരു സിറ്റുവേഷൻ പോകുന്നത്. ഈ സിനിമ ഇനിയിപ്പം ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോ ഇത് FDFS ന്യൂ ഷോ ഒന്നും ഇല്ലാതെ രാത്രി ഷോ ഇറക്കിയിട്ട് എവിടത്തെ കളക്ഷൻ അടിക്കാനാണ്, ആരെ പിടിച്ചടിക്കാനാണ്, എന്താണെന്ന് ഒരു പിടിയില്ല. ഇതിപ്പോ അതിരടി നല്ല രീതിക്ക് വരുന്നുണ്ട്, കേരളത്തിൽ അതിരടി നല്ല രീതിക്ക് വരുന്നതുകൊണ്ട് ഇനിയിപ്പം വേറെ പടങ്ങൾ വരാൻ ചാൻസ് ഒന്നുമില്ല. ഇനി കറുപ്പിന് എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ് വരാത്ത പക്ഷം അതിരടിക്ക് മേൽ മറഞ്ഞു പോകുന്നല്ലാതെ ഒരു ഡൗട്ടും ഇല്ല. എന്തുകൊണ്ടാണ് സൂര്യക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഫാൻസാരും പറയുന്നതാണ്. സൂര്യ സാർ ഇനിയും ഈ കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ ഈ കസിൻസുമായിട്ട് കുടുംബക്കാരുമായിട്ട് പടം നിർത്തണം, വേറെ പ്രൊഡ്യൂസേഴ്സിനെ തപ്പണം, അല്ലെങ്കിൽ സ്വന്തം പ്രൊഡക്ഷനിൽ ചെയ്ത് നല്ല പടം ഇറക്കണം. ഇത് ചുമ്മാ ഇവർക്ക് പടവും കൊടുത്ത് ഇവരാണെങ്കിൽ ദീപാവലി പൊങ്കൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വീണ്ടും ഇത് എത്ര പോസ്റ്റ്പോണ്ട് കഴിഞ്ഞാണെന്ന് പറയാം ഇപ്പൊ റിലീസ് ചെയ്യുന്നത്. ഈവൻ ഇന്ന് തന്നെ ഞാൻ തന്നെ ടിക്കറ്റ് ചെയ്തതിന് ശേഷം റീഫണ്ട് അടിച്ചെന്നാണ് എനിക്ക് വന്നത് ഏരീസ് പ്ലസിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയിപ്പോ എപ്പോ പടം റിലീസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ, ഇന്ന് തന്നെ പടം റിലീസ് ആവുമെന്നും അറിഞ്ഞുകൂടാ, കണ്ടറിയാം. എന്തൊക്കെ പറഞ്ഞാലും സൂര്യക്ക് ഈ പടം എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ് വരാത്ത പക്ഷം ഒരു രീതിയിലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.